ഇന്ന് ലോജിക് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയാസ് ഇതായിരിക്കും. അതായത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിട്ടയർമെന്റ് പ്ലാൻ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടയർമെന്റ് കോർപ്പസ് നിങ്ങളുടെ റിട്ടയർമെന്റ് പീരീഡിൽ എവിടെ നിങ്ങൾ എഫക്റ്റീവായിട്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സ് ആയിരിക്കും മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടോപ്പിക്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും പേ ചെക്ക് ടു പേ ചെക്ക് ജീവിക്കുന്നവരുണ്ടാവും. അതായത് പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ സാലറി കൂടി ആകാം, അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആകാം. അപ്പം അങ്ങനെ നിങ്ങൾ ജനറേറ്റ് ചെയ്ത ഇൻകം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ പേ ചെക്ക് ടു പേ ചെക്ക് ജീവിക്കുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 50,000 രൂപ സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ മന്ത്ലി 50,000 രൂപ നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ട്. ആ ഇൻകം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളൊരു യങ് ഏജിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഇൻകം സോഴ്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾ കറക്റ്റായി മീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സർട്ടൺ സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻകം സോഴ്സ് അവിടെ സ്റ്റോപ്പ് ആവുകയും ബട്ട് നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങളവിടെ മീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ഫണ്ടിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് റിട്ടയർമെൻറ്റ് ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസും വരുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മുടെ വർക്കിംഗ് ഏജിൽ നമ്മുടെ സാലറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സോഴ്സിൻ്റെ ഒരു പോർഷൻ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു റിട്ടയർമെൻറ്റ് ഫണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് പീരീഡിൽ നമ്മുടെ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ യൂറോപ്പിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറല്ല. കാരണം അവിടുത്തെ റൂൾസും റെഗുലേഷൻസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഫെസിലിറ്റീസ് ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു സർട്ടൺ ഏജ് കഴിയുമ്പോൾ. ബട്ട് ഇന്ത്യ പോലെ രാജ്യത്തിൽ നമുക്ക് ആ ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് പീരീഡിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ റിട്ടയർമെൻറ്റ് ഫണ്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പീസ്ഫുൾ ആയിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് പീരീഡിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. കാരണം നമ്മൾ റിട്ടയർമെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 10 വർഷത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ 15 വർഷത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ 20 വർഷത്തേക്കായിരിക്കാം. അങ്ങനെ ഒരു ലോങ് ഡ്യൂറേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ. കാരണം ഇപ്പോൾ ഉള്ള പണത്തിൻ്റെ മൂല്യമായിരിക്കില്ല 10 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം റിട്ടയർമെൻറ്റ് പ്ലാനിങ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് 6% ആണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിട്ടേൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 6% എബോവ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ അടുത്തൊരു കൺസിഡറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം എന്നുള്ളൊരു എസ്റ്റിമേഷൻ നിങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് എസ്റ്റിമേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര എമൗണ്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പീരീഡിലേക്ക് വേണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന റൂളാണ് 4% റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 4% റൂൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പീരീഡിലേക്ക് എത്ര എമൗണ്ട് വേണം എന്നുള്ള എസ്റ്റിമേഷൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ 4% റൂളിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പീരീഡിലേക്ക് എത്ര ഫണ്ട് വേണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന മെയിനായിട്ടുള്ള ചോദ്യം ഇതായിരിക്കും. അതായത് നിങ്ങൾ ഏത് ഏജിലാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പല വ്യക്തികൾക്കും അത് പല ഏജ് ആയിരിക്കും വരുന്നത്. ചിലവർ ചിലപ്പോൾ 40 വയസ്സ് റിട്ടയർ ചെയ്യണം ആഗ്രഹിക്കുന്നവരുണ്ടാവും, ചിലവർ 60 വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും.
ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഏത് ഏജിലാണ് നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ചിലപ്പോൾ 25 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ 40-ാം വയസ്സിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണ് എന്നുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പീരീഡിലേക്ക് എത്ര എമൗണ്ട് വേണം എന്നുള്ളൊരു എസ്റ്റിമേഷൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എമൗണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട പാത്താണ് എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. എമൗണ്ട് എത്ര വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലേക്കുള്ള അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓരോ ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വീഡിയോ കാണുന്നവർ പല റിസ്ക് ലെവലിലുള്ളവരായിരിക്കും, അതുപോലെ തന്നെ പല ഏജ് കാറ്റഗറിയിലുള്ളവരായിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് ലെവലും നിങ്ങളുടെ ഏജും അനുസരിച്ചിട്ട് ഒരു നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന സേവിങ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിട്ടേൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ ഇൻഫ്ലേഷനേക്കാളും കൂടുതലായിരിക്കണം. അതായത് 6% എബോവ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓപ്ഷൻ NPS, നാഷണൽ പെൻഷൻ സ്കീമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് നാഷണൽ പെൻഷൻ സ്കീം എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സാണ്, മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 65 വയസ്സാണ്. അപ്പോൾ ഇതിൽ പല സ്കീംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 75% വരെ ഇക്വിറ്റി എക്സ്പോഷേഴ്സ് ഉള്ള സ്കീംസ് നമുക്ക് NPS നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 9 to 12% നമുക്ക് റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും NPSൽ. ബട്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ടോ നമുക്ക് ഇത്ര % റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ NPSൽ നിങ്ങൾ 60 വയസ്സ് വരെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ 9 to 12% റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഫ്ലേഷൻ നമുക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 6% എബോ ഉള്ള ഒരു സേവിങ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ NPSനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് റിട്ടേൺ കിട്ടണം, അതുപോലെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് സ്കീംസിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 7.1% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ജസ്റ്റ് നമുക്കൊന്ന് ഇൻഫ്ലേഷൻ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബട്ട് നമുക്കിവിടെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു 15 years ആണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ 15 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് PPFനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കും കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ സേഫ് ആയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കീംസും അതുപോലെ തന്നെ PPF പോലെയുള്ള ഗവൺമെൻറ് സ്കീംസിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. തേർഡ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇപ്പോൾ ലോങ് ഡ്യൂറേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട്സിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്കൊരു അറൗണ്ട് ഒരു 10 to 12% നമുക്ക് റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ നമ്മെ ബീറ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. കാരണം നമ്മുടെ ഗവൺമെൻറ് സ്കീംസ് പോലെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഇവിടെ പറയുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിട്ടേൺസ് വരുന്നത്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് റിസ്ക് ഇൻവോൾവ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 3 ഓപ്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം റിസ്ക് എടുക്കാതെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മോഡറേറ്റ് ആയിട്ട് റിസ്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതായത് വേണമെങ്കിൽ നിങ്ങളുടെ എത്ര എമൗണ്ട് ആണ് നിങ്ങൾ മന്ത്ലി റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്നത്, ആ ഒരു എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പല ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് PPF നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് NPS നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളൊരു മന്ത്ലി 5,000 rupees ആണ് നിങ്ങൾ മാറ്റി വെക്കുന്നതെങ്കിൽ ആ ഒരു 5,000 rupees നിങ്ങളുടെ റിസ്ക് ലെവൽ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു 3 ഓപ്ഷൻസിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ലെവൽ ഒരു പരിധി വരെ നിങ്ങൾക്ക്
കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റിട്ടേൺസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിട്ടേൺസും അതുപോലെ തന്നെ റിസ്ക്കും നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക.